ഗാമി നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതൊരു എക്സ്പെരിമെൻ്റ് മൂവി എന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും അധികം വരാറില്ല. ഇപ്പോൾ എന്താ പറയുക, ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു ഗാമിന്നാണെങ്കിലും ശരിക്കും സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 5 മിനിറ്റാണ് നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്താണ്, ഒന്നും മനസ്സിലാവില്ല. കുറേ 3-4 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻഡിങ് ആകുമ്പോഴാണ് ഇതെല്ലാം കണക്റ്റ് ആവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഒരു വേറൊരു ലോകത്താണ്, ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മളിരിക്കുന്ന സിനിമ കാണാൻ. അപ്പോൾ ശരിക്കും തിയേറ്ററിൽ വന്ന് ഇപ്പോൾ ഇതേപോലെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ എന്താ പറയുക, ആളുകൾ ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണ് ഞാൻ പറയുന്നത്. പക്ഷേ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ വന്ന് കണ്ടാലാണ് അത് മനസ്സിലാവും. ഇപ്പോൾ ഫോണിലൊക്കെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. തിയേറ്ററിൽ വന്ന് കാണാൻ മാക്സിമം ശ്രമിക്കുക. ഇതേപോലത്തെ സിനിമകളൊക്കെ വന്നാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഒരു വേറെ ലെവലിലേക്ക് എത്തുള്ളൂ. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെ പറയാം. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ളൊരു VFX വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹിമാലയൊക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്, അതൊക്കെ നമുക്ക് നല്ല ഫീൽ ചെയ്യും. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആളുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കണ്ടാണ് നമുക്ക് മനസ്സിലാവും. ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാം. കാരണം അങ്ങനെയാണ് ഒരു സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. തെലുങ്കുടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു അടിയിടി പടം എന്നൊക്കെ ആയിരിക്കും ഫസ്റ്റ് മൈൻഡ് വരുന്നത്. ഇത് അങ്ങനെയല്ല, പക്ക ഒരു സർവൈവൽ ജേർണി ഉള്ളൊരു ഫിലിമാണിത്. അതിൻ്റെ മേക്കിംഗ് വൈസ് അങ്ങനെ തന്നെയാണ്, ചെറിയ സ്റ്റോറി വൈസ് അങ്ങനെ തന്നെയാണ്. ഒരു 3 കാലഘട്ടം നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു 3 സ്റ്റോറിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, വേറൊരു പക്ക ഒരു ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യണോ അങ്ങനെയാണ് അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തിയേറ്റർ തന്നെ OTT വരാൻ വേണ്ടി വെറുതെ കാത്തിരുന്നതാകാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ട്രാക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുക. തെലുങ്ക് പടങ്ങളായാലും ശരി, തമിഴായാലും ശരി, മലയാളമായാലും ശരി, എൻ്റെ ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേണം സിനിമകളാവാം, ഇങ്ങനെ വേണം മേക്ക് ചെയ്യാൻ. നല്ല സിനിമയാണ്, നല്ല മേക്കിംഗ്, നല്ലൊരു സർവൈവൽ സ്റ്റോറിയാണ്. നമുക്കത് ചില സമയങ്ങളിൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല VFX അടിപൊളിയാണ്. നല്ല സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന, അതെ തീർച്ചയായിട്ടും നല്ല സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു പടം. എന്തായാലും മലയാള സിനിമയാകുമ്പോൾ നമുക്ക് കൂടുതലും അടുത്തത് എന്തായിരിക്കും എന്ന് ഊഹിച്ചെടുക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. എന്നാൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എൻഡിങ്ങുള്ള നല്ലൊരു സിനിമ. പടം കൊള്ളാം. ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പടം കാണാൻ വേണ്ടി കയറിയത്. പക്ഷെ എന്നാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടോട്ടലി പടം മൊത്തത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ് കാണിക്കുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേള കാണിക്കുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ലീനിയറായിട്ടാണ് ഈ കഥ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷൻസ്, പിന്നെന്താണ് CG ഏതാണ് റിയൽ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള സംഭവം. ഇതൊരു പുതുമുഖ ഡയറക്ടറിൻ്റെ പരിപാടിയാണെന്നുള്ള സംഭവം പിന്നെ ഇങ്ങനെ ഓർത്ത് പിടിച്ച് വന്നതിനപ്പോൾ ഈ കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്നത് 2017-16 ആ ഒരു കാലഘട്ടത്തിൽ ഈ പടത്തിൻ്റെ ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനിങ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഈ പടത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ വന്നതിനപ്പോൾ ഞാൻ ഷോക്കായി. ഈ പരിപാടി കാണാനാണ് വന്നേക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ലക്കിയായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു പടം ഇവിടെ കാണാൻ പറ്റി എന്നുള്ളത് സംഭവം. ഇത് കൂടുതൽ ഓഡിയൻസിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാലും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും നല്ലൊരു സ്വീകരണം ഈ പടം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം ഓഫ് ദിസ് മൂവി. ഹോളിവുഡ് ലെവൽ പടം കാണുന്നൊരു ഇല്ല, നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് വലിയ ബഡ്ജറ്റ് പടങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 20 കോടി രൂപ ബഡ്ജറ്റിൽ നീറ്റായിട്ടൊരു കാര്യം പ്രസൻറ്റ് ചെയ്തേക്കണം എന്നുള്ള സംഭവമാണ്. കാരണം നമുക്ക് CG ഒന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. എൻ്റെ സുഹൃത്ത് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ച് ഈ ശരിക്കും ഇവർ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടാവും എന്നുള്ള സംഭവം അങ്ങനെ ചോദിക്കുകയുണ്ടായി. നമുക്ക് കോമൺ ലോജിക്കിന് നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് അതിനുള്ള സമയമൊന്നും ഇവർ തരൂലെന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങൾ കഥയിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും. നോൺ ലീനിയറായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് ആണെങ്കിലും ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ
ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ പടമാണെന്നുള്ളത് ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ പടമാണെന്നുള്ളത് നമുക്ക് കണ്ടെയ്നാളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 16 മുതൽ ഈ സമയം വരെ അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗണും വന്ന് ഇയാൾ ഈ പരിപാടി ചെയ്ത് തീർത്തത് ഔട്ടിറക്കി എന്ന് പറയുന്നത് തന്നെ ഹാറ്റ്സ് ഓഫ്. അത് തന്നെ പറയാനുള്ളൂ. എല്ലാവരുടെയും പെർഫോമൻസും ഓക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം മറ്റേ ആ C33 എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തിന് ഇൻട്രൊഡ്യൂസ് തന്നെ. അയാളുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിയായി പോകും എന്താണ് സംഭവം എന്നുള്ളത്. കുറച്ച് സംഭവങ്ങൾ പറയേണ്ട എന്താണ് തലയോട്ടി സ്കള്ളിൻ്റെ പുറത്തുള്ള തോല് റിമൂവ് ചെയ്യണ സംഭവമൊക്കെ കുറച്ചൊന്ന് ഷോക്കിംഗ് ആയിട്ട് തോന്നി. പ്രസൻറ്റ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ദേവദാസ് സിസ്റ്റം കാര്യങ്ങൾ അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് ഇതിനു മുമ്പും സബ്ജക്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതൊരു ബ്ലെൻഡ് ഓഫ് 3 കോൺസെപ്റ്റുകൾ പറയാ, അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക, അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് കൊണ്ടുവരിക. ഞാൻ ക്ലൈമാക്സ് ആയിട്ട് ടൈലൻ്റ് ഉണ്ടാവും എന്ന് കൂടി വിചാരിച്ച ഒരാളാണ്. പക്ഷേ എനിവേ പടം നല്ലൊരു റിസപ്ഷൻ എന്താണ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്.